ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ആകർഷിക്കേണ്ടതായ വ്യവസായമാണ് സിനിമ. ഓരോ സിനിമയുടെയും വിജയത്തിന് പിന്നിൽ നല്ല PRO വർക്ക് ആവശ്യമുണ്ട്, പബ്ലിസിറ്റി. മലയാള സിനിമയിൽ ഏറെക്കാലമായി നമ്മൾ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നൊരു പേരാണ് വാഴൂർ ജോസ്. മിക്ക സിനിമകളുടെയും PRO അദ്ദേഹമാണ്. വാഴൂർ ജോസിന് പകരം ആ ജോലി ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാർ ഏറ്റെടുക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മെത്രാന്മാരും കേരളത്തിലെ കത്തോലിക്ക സംഘടനകളും PC ജോർജിനെ പോലെയുള്ള പൊതു പ്രവർത്തകരും ഒക്കെ ആലോചിക്കേണ്ടതാണ്. സിനിമയുടെ പേരിനെ ചൊല്ലിയാണ് തർക്കം. നാദിർ ഷാ വിജയകരമായി സിനിമയെടുക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ പേര് ഈശോ എന്നാണ്. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന പേരിലും ഒരു സിനിമ വരുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ക്രൈസ്തവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ വ്യാപാര വാണിജ്യ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നാണ് ആക്ഷേപം. ഈശോ എന്ന പേരിന് പേറ്റൻറ്റോ കോപ്പിറൈറ്റോ ഉള്ളതായി എനിക്കറിയില്ല. അത് നല്ല മനുഷ്യരും അത്ര നല്ലതല്ലാത്ത മനുഷ്യരും യൂദാസിൻ്റെ സ്വഭാവമുള്ളവരും ഒക്കെ ആ പേര് ഇടുന്നുണ്ട്. നല്ല മനുഷ്യർ എന്ന് പറഞ്ഞത് ഇഷ്ടമുള്ളവരുടെയും പേര് ഈശോ എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രസിദ്ധനായ നോവലിസ്റ്റ് K.E. മത്തായി, അത് ഈശോ മത്തായിയാണ്. അദ്ദേഹമാണ് പാറപ്പുറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈദികനെ ലോഹയ്ക്ക് പിടിച്ച് ആക്രമിക്കാൻ ഒരുമ്പെട്ട തെമ്മാടിക്കും ഈശോ എന്ന് പേരുണ്ട്. നമുക്കതൊന്നും തടയാൻ കഴിയില്ല, തടയണമെന്നാരും ആവശ്യപ്പെടുന്നുമില്ല. ഈശോ എന്ന പേര് കേട്ടാൽ ഉടൻ അത് നമ്മളൊക്കെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റ് ആണ് എന്ന് സുബോധമുള്ള ആരും കരുതില്ല. നാദിർ ഷായുടെ സിനിമയിൽ ഈശോ ബൈബിളിൽ നിന്നുള്ള ഈശോ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവമെന്ത്, കഥയെന്ത് എന്നുള്ളതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ബൈബിളിൽ വിവരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് അല്ല, ആ ജീവിതം അല്ല തൻ്റെ കഥയുടെ പ്രതിപാദ്യം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. ഇനിയും ആ പേരിനെ ചൊല്ലി ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പേരിൻ്റെ പേരിൽ അപമാനിക്കാൻ ശ്രമിച്ചു, ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയാൽ അത് ക്രൈസ്തവർ അവകാശപ്പെടുന്ന വിശാലമായ മനസ്സിന് അത്ര ചേർന്നതല്ല. പണ്ട് ബാംഗ്ലൂരിൽ ഡെക്കാൻ ഹെറാൾഡിൽ ഒരു ചെറുകഥ പ്രസിദ്ധപ്പെടുത്തി, ഇംഗ്ലീഷിലാണ്. വിഡ്ഢിയായ മുഹമ്മദ് ദ ഇഡിയറ്റ് എന്നായിരുന്നു കഥയുടെ പേര്. എല്ലാവർക്കും മനസ്സിലാകും ആ ടൈറ്റിൽ പേര് വായിച്ചാൽ അത് പ്രവാചകനെക്കുറിച്ചുള്ള ഒരു പരാമർശം അല്ല എന്നുള്ളത്. പക്ഷെ അന്ന് അക്കാലത്ത് വലിയ കലാപത്തിന് ബാംഗ്ലൂർ കത്തുന്ന അവസ്ഥയ്ക്ക് കാരണമായി. വളരെ കഷ്ടപ്പെട്ടാണ് ആ കലാപം അന്ന് അമർച്ച ചെയ്തത്. ആ രീതിയിൽ എന്തിനേയും ഏതിനേയും സമീപിക്കുക, വൈകാരികമായി പ്രതികരിക്കുന്ന, ഭ്രാന്തമായി പ്രതികരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഉള്ള തീ ഇട്ട് കൊടുക്കുക. അതിന് കുറേ പേർ ആദരണീയരായ മെത്രാന്മാരും PC ജോർജിന് പിന്നെ എന്തുമാകാം. PC ജോർജിൻ്റെ പേര് ജോർജ് എന്നാണ്. ആ ജോർജ് എന്ന് കേൾക്കുമ്പോൾ ആരും സെയിൻറ്റ് ജോർജിനെ ഓർക്കാറില്ല. സെയിൻറ്റ് ജോർജ് എന്ന പേര് കേൾക്കുമ്പോൾ ആരും PC ജോർജിനെയും ഓർക്കാറില്ല. അതൊക്കെ വേർതിരിച്ച് കാണുന്നതിനുള്ള വകതിരിവ് കേൾക്കുന്നവർക്കുണ്ട്. ക്രൈസ്തവർക്ക് അത്തരം ഇടുങ്ങിയ ചിന്തകൾ ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ അവിടെയും അതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന പേരിൽ ഒരു പേര് കേട്ടപ്പോൾ വളരെ കോപാകുലരായി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി പിതാവും പുത്രനും എന്നാക്കി. അപ്പോഴും
കലിപ്പ് അടങ്ങിയില്ല. അക്വേറിയം എന്ന പേരിൽ സിനിമ, അതേ സിനിമ തന്നെയാണ് തോന്നുന്നു, അക്വേറിയം എന്ന പേരിൽ വന്നപ്പോഴും എതിർപ്പ് അവസാനിക്കുന്നില്ല. അപ്പോൾ പേരിൽ മാത്രമല്ല വിഷയമുള്ളത്. ട്രാൻസ് എന്നത് വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയാണ്. ആധ്യാത്മികതയുടെ പേരിലുള്ള ചില ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ കോപ്രായങ്ങൾ നടക്കുന്നുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങൾ, സുവിശേഷ പ്രഭാഷണങ്ങൾ, സ്വർഗീയ വിരുന്ന് എന്നൊക്കെയാണ് പേരുകൾ. അതൊക്കെ ഒരു കഥയ്ക്ക്, ഒരു സിനിമയ്ക്ക് ആരെങ്കിലും വിഷയമാക്കിയാൽ അതിലിത്ര പ്രയാസപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നിക്കോസ് കസന്തസാക്കിസിൻ്റെ നോവൽ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിനെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നോവൽ ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടയിൽ വിശ്വസാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിനെതിരെയും പടക്കിറങ്ങാൻ കേരളത്തിലെ കുറേ കത്തോലിക്കരും വൈദികരും ഉണ്ടായി. സെമിനാരികളിൽ, ലൈബ്രറികളിൽ വായിക്കാൻ വച്ചിരിക്കുന്ന പുസ്തകമാണ് അത് എന്ന കാര്യം പോലും ഈ എതിർക്കാൻ ഇറങ്ങിയവർ ഓർത്തില്ല. PM ആൻ്റണി ഒരു നാടകം ഇറക്കിയപ്പോഴും എന്തൊരു കോലാഹലമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം പരിധിയില്ലാത്തതാണ്, നിയന്ത്രിക്കാൻ പാടില്ലാത്തതാണ് എന്ന നിലപാട് എനിക്കില്ല. ഭരണഘടന പോലും പറയുന്നു, അനുച്ഛേദം 19(1)(a) നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അനുച്ഛേദം 19(2) നിർദ്ദേശിക്കുന്ന ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്ന് കരുതി തങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ. വിദൂരമായ സാമ്യമോ എന്തെങ്കിലും തോന്നിയേക്കാവുന്ന രീതിയിൽ പോലുമോ ക്രൈസ്തവമായ പേരുകളും ബിംബങ്ങളും ഒന്നും ഉപയോഗിച്ചുകൂടാ. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ തങ്ങളുടെ അനുവാദം വേണം എന്ന രീതിയിലുള്ള സമീപനം അത് അംഗീകരിക്കാൻ കഴിയില്ല. പണ്ട് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിങ് ടെക്നോളജി അങ്ങനെ വികസിച്ചു വരുന്ന കാലത്ത് പുസ്തകങ്ങളോ ലഘുലേഖകളോ പ്രസിദ്ധപ്പെടുത്തണമെങ്കിൽ മെത്രാന്മാരുടെ അനുമതി ആവശ്യമുണ്ട് എന്ന ഒരു നിബന്ധന യൂറോപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുടെ ടൈറ്റിൽ പേജ് നോക്കിയാൽ ഇംപ്രിമാത്തൂർ, നിഹിൽ ഒബ്സ്റ്റാറ്റ് തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാം. അനുമതി ആണത്, പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി. അനുമതി വാങ്ങി പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സെൻസർഷിപ്പ്. സെൻസർഷിപ്പ് ഭരണകൂടത്തിന് മാത്രമല്ല ഏർപ്പെടുത്താൻ കഴിയുക, ഇതുപോലെയുള്ള സംഘടനകൾക്കും ഏർപ്പെടുത്താൻ കഴിയും. കാർട്ടൂണിൻ്റെ പേരിൽ, കഥയുടെ പേരിൽ, സിനിമയുടെ പേരിൽ കലഹമുണ്ടാക്കുക, ലഹളയുണ്ടാക്കുക, രക്തച്ചൊരിച്ചിലിന്, മരണത്തിന് കാരണമാകുക, അതൊക്കെ ഏതും മതം ചെയ്താലും അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നാൽ ഞങ്ങളും അങ്ങനെ ആയിക്കളയാം, അപ്പോഴാണല്ലോ നമുക്ക് ഒരു ബലം, നമ്മെക്കുറിച്ചൊരു മതിപ്പ് ഉണ്ടാകുക എന്നൊക്കെ കരുതാൻ മാത്രം പിന്നോക്കാവസ്ഥയിലല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കുറേ കൂടി പ്രബുദ്ധമാണ്, എൻലൈറ്റൻഡ് ആണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അറിയാവുന്നവരാണ്. ആക്ഷേപങ്ങളെ, പരിഹാസത്തെ ഒക്കെ എങ്ങനെയാണോ തള്ളിക്കളയേണ്ടത് അങ്ങനെ തള്ളിക്കളയുന്നതിന്, നിരാകരിക്കുന്നതിന് ഉള്ള മാനസികമായ വളർച്ച എത്തിയവരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. ആ സമൂഹത്തിൻ്റെ വില കുറച്ച് കാണുന്ന തരത്തിൽ ഈ മതമേലധ്യക്ഷന്മാർ ഇറങ്ങരുത്. PC ജോർജിൻ്റെ നിലവാരത്തിലേക്ക് മെത്രാന്മാർ താഴരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എതിർക്കുന്നതിന്, അല്ലെങ്കിൽ വിമർശിക്കുന്നതിന്, അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് ഇതെല്ലാം വിഷയങ്ങൾ വേറെയുണ്ട്. സ്റ്റാൻ സ്വാമി എന്ന പുരോഹിതന് സംഭവിച്ച ദുരന്തം, രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത മരണം, ആ മരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ, സ്റ്റാൻ സ്വാമി മാത്രമേ നമ്മെ വേർപിരിഞ്ഞ് പോയിട്ടുള്ളൂ. ആ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം.
അത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ക്രൈസ്തവ ധർമ്മം, ക്രൈസ്തവ പ്രവർത്തനം എന്ന് പറയുന്നത്. വിമോചനമാണ്. വിമോചനമാണ് നമ്മുടെ ലക്ഷ്യം, വിമോചനമാണ് നമ്മുടെ ഐഡിയോളജി. ആ വിമോചനത്തിന് വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് യഥാർത്ഥ ക്രൈസ്തവ തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ് ഇടയന്മാർ ചെയ്യേണ്ടത്. അതിനു പകരം നാദിർ ഷായുടെ സിനിമയുടെ പ്രചാരവേല സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ജോലി, അതൊരു അന്തസ്സുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഇതെത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു. ഓരോ സിനിമ വരുമ്പോഴും, നാടകം വരുമ്പോഴും, നോവൽ വരുമ്പോഴും ഈ ബഹളമുണ്ടാക്കുന്നത് അത് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. നാദിർ ഷാ അക്കാര്യത്തിൽ സമർത്ഥനാണ് എന്നെനിക്കറിയാം. നാദിർ ഷാ കുഴിച്ച കുഴിയിൽ നമ്മൾ വീഴേണ്ട കാര്യമില്ല. നാദിർ ഷായുടെ വഴിക്ക് പോകട്ടെ. ഈശോ എവിടെ നിൽക്കുന്നു, നാദിർ ഷാ എവിടെ നിൽക്കുന്നു? നമ്മൾ സ്വയം പരിഹാസ്യരാകുകയും സമാരാധ്യമായ കാര്യങ്ങളുടെ വിലയും മൂല്യവും കുറച്ച് കാണുന്നതിന് പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കുന്ന അന്തസാരശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാതിരിക്കുക. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.